നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി താരങ്ങളുടെ ക്രൂരകൃത്യങ്ങളാണ് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ദിവസേന എന്നോണമാണ് പുതിയ പ്രതികരണങ്ങൾ വരുന്നത്. സ്ത്രീകൾ മലയാള സിനിമയിൽ നേരിട്ടുകൊണ്ടിരുന്ന ചൂഷണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം നടക്കുന്നുണ്ടെന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖിനെതിരെയും സംവിധായകൻ രഞ്ജിത്തിനെതിരെയും ഒക്കെ വിമർശനങ്ങൾ വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി സിദ്ദിഖും രഞ്ജിത്തും അവരവരുടെ സ്ഥാനങ്ങൾ രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നാലെ പ്രമുഖ നടന്മാർക്കെതിരെ പീഡന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി മിനു കുര്യൻ. മുകേഷ്, ജയസൂര്യ, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു എന്നിവരിൽ നിന്നും നേരിടേണ്ടി വന്ന മോശം അനുഭവമാണ് മിനു കുര്യൻ വ്യക്തമാക്കുന്നത്. ഇക്കൂട്ടത്തിൽ ആദ്യമായി തന്നോട് അപമര്യാദയായി പെരുമാറിയത് ജയസൂര്യയാണെന്നും താരം മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യത്തെ വില്ലൻ ജയസൂര്യയാണ്. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചാണ്. ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയി തിരികെ വരുമ്പോൾ ജയസൂര്യ പുറകിൽ നിന്ന് കയറി പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഒരിക്കലും അത് ശരിയായില്ല. പിന്നെ ഞാൻ പിടിവിടിച്ച് താഴേക്ക് ഓടിപ്പോരുകയാണ് ചെയ്തത്, മിനു കുര്യൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ജഗതി ശ്രീകുമാർ അടക്കമുള്ള താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജഗതി ചേട്ടൻ വളരെ ഡീസന്റ് ആണ്. എനിക്ക് പുള്ളിക്കാരന്റെ അടുത്ത് കംഫർട്ട് ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി പുള്ളിക്കാരനുമായി ഷെയർ ചെയ്താലോ എന്ന്. എന്റെ ആദ്യത്തെ സിനിമയായതിനാൽ തന്നെ ഇങ്ങനെയൊക്കെയാണ് സിനിമയെന്ന് എനിക്ക് തോന്നി. അപ്പോഴേക്കും ജയസൂര്യയും എന്റെ പുറകെ ഓടി വന്നിരുന്നു. എന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കും, യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എന്തേന്ന് ചോദിച്ചപ്പോൾ എനിക്കിവിടെ തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മീനുവിനെ ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ വെച്ച് കാണാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഞാൻ നോ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്തരം ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ലെന്നും മിനു കുര്യൻ വെളിപ്പെടുത്തുന്നു. എന്നാൽ തുടർന്ന് ജയസൂര്യ തന്റെ അവസരങ്ങൾ നിഷേധിച്ചുവെന്നും മിനു കുര്യൻ വ്യക്തമാക്കുന്നു. ആ സംഭവത്തിന് ശേഷം വേറെ 2-3 ചിത്രങ്ങളുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ കണ്ടിരുന്നുവെങ്കിലും എന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നീട് പല സിനിമകളിലും ഞാൻ വേണ്ട എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതായത് അദ്ദേഹം ഇടപെട്ട് തന്റെ അവസരങ്ങൾ നിഷേധിച്ചു. തുടക്കത്തിൽ ഇതൊക്കെ ആരോട് പറയും എന്ന പേടിയായിരുന്നു. എന്നാൽ ഇത് വളരെ അധികം അസഹനീയമായതോടെ മലയാള സിനിമാ മേഖലയിൽ എന്താണ് നടക്കുന്നതെന്ന് പൊതുജനം അറിയണമെന്ന് തീരുമാനിച്ചു. ഇതേ തുടർന്നാണ് 2013 കേരള കൗമുദിക്ക് വിശദമായ അഭിമുഖം നൽകുന്നതെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. ഇവർക്കെതിരെയും പരാതി നൽകും. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് എല്ലാവരും അറിയണം. എല്ലാവർക്കും ഇതൊരു പാഠമാകണം. സിനിമാ മേഖലയിൽ മാത്രമല്ല, ഒരു മേഖലയിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കരുത്. ഒരു സ്ത്രീ പരാതി നൽകിയാൽ പണി കിട്ടും എന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണമെന്നും മിനു കുര്യൻ വ്യക്തമാക്കി. നടന്മാർക്ക് പുറമെ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൽ, വിച്ചു എന്നിവരിൽ നിന്നും അതിക്രമം നേരിട്ടുവെന്നും നടി വ്യക്തമാക്കുന്നുണ്ട്. 2013 താരങ്ങളിൽ നിന്നും ദുരനുഭവം ഉണ്ടായത്. സിനിമയുമായി പരമാവധി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും അതിക്രമം സഹിക്കാൻ സാധിക്കാതെ മലയാള സിനിമാ മേഖല തന്നെ ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു. ഇക്കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നുവെന്ന് താരം ഫേസ്ബുക്കിലും കുറിച്ചു.